തന്റെ മക്കൾക്ക് വേണ്ടി ലോകത്തിലെ അഗ്ലിയസ്റ്റ് വുമൺ എന്ന ടൈറ്റിലിൽ മത്സരിച്ച് ജയിച്ച ഒരു അമ്മയുടെ കഥയാണ് ഞാനെന്ന് പറയുന്നത്. 1874 ഒരു വർക്കിംഗ് ക്ലാസ് കുടുംബത്തിൽ ജനിച്ച മേരി ആൻ ബേവൻ എന്ന് പറയുന്ന ഈ സ്ത്രീ പിന്നീട് വളർന്നു വന്നപ്പോൾ ഒരു നേഴ്സായും ജോലി ചെയ്യുകയായിരുന്നു. അങ്ങനെയാണ് തന്റെ 29ാമത്തെ വയസ്സിൽ തോമസ് ബേവനുമായി തന്റെ കല്യാണം കഴിയുന്നത്. പിന്നീട് തന്റെ ഭർത്താവും മക്കളുമായി സന്തോഷമായി ജീവിച്ചു വന്ന ആൻ തന്റെ 32ാമത്തെ വയസ്സിലാണ് തനിക്ക് ആക്രോമെഗലി എന്ന് പറയുന്ന ഒരു രോഗം പിടിപെട്ടതായിട്ട് അറിയുന്നത്. ഈ രോഗം കാരണം ആനിന്റെ പല ശരീരഭാഗങ്ങളും അബ്നോർമലായിട്ട് വളർന്നുകൊണ്ടിരുന്നു. എങ്കിലും തന്റെ ഭർത്താവും മക്കളും കൂടെ ഉണ്ടെന്ന് സന്തോഷിച്ചിരുന്ന ഇവർ ലൈഫിലേക്ക് പിന്നീട് ഒരു ദുരന്തം കൂടി വന്നു. തനിക്കും തന്റെ കുടുംബത്തിനും ഏക വരുമാന മാർഗമായിരുന്ന തോമസ് ബേവൻ 1914 മരണമടഞ്ഞു. പിന്നീട് തന്റെ മക്കൾക്ക് ഒരു നേരത്തെ ആഹാരത്തിന് വേണ്ടി പല ജോലികൾ ഇവർ അന്വേഷിച്ചു. പക്ഷേ ഇവരുടെ അസാധാരണമായ രൂപം കാരണം ആരും തന്നെ ഇവർക്ക് ജോലി കൊടുക്കാൻ തയ്യാറായി. അങ്ങനെയാണ് ആൻ ലോകത്തിലെ അഗ്ലിയസ്റ്റ് വുമൺ എന്ന് പറയുന്ന ഒരു മത്സരം നടക്കുന്നുണ്ടെന്ന് അറിയുന്നത്. അതിൽ ചേർന്ന ആൻ ലോകത്തിലെ അഗ്ലിയസ്റ്റ് വുമൺ എന്ന പ്രൈസ് നേടുകയായിരുന്നു. പിന്നീട് ഒരു സർക്കസിൽ ചേർന്ന ആൻ അവരുടെ കൂടെ ഒരുപാട് സ്ഥലങ്ങളിൽ പോവുകയും ലോകത്തിലെ അഗ്ലിയസ്റ്റ് വുമൺ എന്ന പേരിൽ ഇവർക്കെല്ലാം മുമ്പിൽ തന്നെ ഒരു കാഴ്ച വസ്തുവായി ഇരിക്കുകയും ചെയ്തു. രോഗത്തോട് പൊരുതിക്കൊണ്ടിരുന്ന തന്റെ ശരീരം അനുഭവിച്ചതിനേക്കാൾ കൂടുതൽ വേദനയായിരിക്കണം ഒരുപക്ഷെ ഇവരുടെ എല്ലാം മുമ്പിൽ പോയിരിക്കുമ്പോൾ അവർ പരിഹസിക്കുകയും കളിയാക്കുന്നത്